നമ്മൾ നെത്തോലി പീര വെക്കാൻ പോവാണ്. അപ്പം ഞാൻ കോട്ടയത്തൊക്കെ ഇതിന് കൊഴുവ എന്നാണ് പറയുന്നത്. അപ്പം ഞാനിവിടെ 1/2 കിലോ നെത്തോലി ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ പീര വെക്കുവാണെങ്കിൽ തേങ്ങ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ആവശ്യമായ ചേരുവകൾ ഞാനിവിടെ 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 3 ചെറിയ വെളുത്തുള്ളി, പിന്നെ 4 ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 3 പച്ചമുളക്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 3 പച്ചമുളക് എടുത്ത് വെച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നു. ആദ്യം നമുക്കിത് അരച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം ഞാനിവിടെ ജസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ആദ്യം അരച്ചെടുത്തത് എന്തിനാന്ന് വെച്ചാൽ തേങ്ങ നമ്മൾ അധികം ഇതിനകത്ത് അരച്ചെടുക്കത്തില്ല. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. തേങ്ങ ഞാൻ ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രം തേങ്ങ ഇതുപോലെ അരച്ചെടുത്താൽ മതിയാവും. ചട്ടിയിൽ മീൻപീര വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചട്ടി ഇല്ലാത്തവര് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണമെന്നേ ഉള്ളൂ. ഈ ചട്ടിയിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയുടെ അടിവശത്ത് എണ്ണ നന്നായി തേച്ച് കൊടുക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ മീൻപീര വെക്കുമ്പോൾ അധികം വെള്ളം ഒഴിച്ചല്ല മീൻപീര വേവിക്കുന്നത്. അപ്പം മീന് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവാതിരിക്കാനാണ് ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കുന്നത്. ആദ്യം ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. 4 ചെറിയ കുടംപുളി ഇച്ചിരി നേരത്തെ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച്, അധികം വെള്ളമില്ല. അപ്പം നമുക്ക് ഈ കുടംപുളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മീൻ ഇവിടെ നന്നായി അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ആവിയിലിരുന്ന് വെന്ത് വരണം. അപ്പം നമ്മുടെ മിക്സ് ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. നമുക്കിനി ഇത് കവർ ചെയ്ത് കൊടുക്കാം. മീൻ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി വെള്ളം അധികം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേ ഉള്ളൂ, അതിൽ തന്നെയാണ് ഇത് വെന്ത് വന്നിരിക്കുന്നത്. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെ മീൻ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ നടുക്കുള്ള വെള്ളം അങ്ങ് പറ്റിക്കോളും. മീൻ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നെത്തോലി പീര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.